ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എന്താ വന്നിട്ടുള്ള ഇതിൻ്റെ പേരാണ് റോബറി സിമുലേറ്റർ. അതായത് ഇത് ക്രൈം സിമുലേറ്റർ, അതാണ് ഇന്നത്തെ ഇതിൻ്റെ പേര്. അപ്പോൾ അതൊരു കള്ളൻ, അതായത് ഒരു ക്രൈമാണ് ഗൈസ്. അപ്പോൾ നമ്മളൊന്ന് കളിക്കാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ലൈക്ക് അടിക്കുക. ഓക്കെ, നമുക്ക് പ്ലേ ചെയ്ത് ഇൻ്റർനെറ്റ് ഓണാക്കാൻ മറന്നുപോയി. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഒക്കെ ഓണാക്കി നിങ്ങൾക്ക് പ്ലേ ഗെയിമിന് കൊടുക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ന്യൂ ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. പുതിയതായതുകൊണ്ട് അപ്പോൾ പുതിയതായതുകൊണ്ട് നമുക്ക് ഗെയിമിന് കൊടുക്കാം ഗൈസ്. പുതിയ ഗെയിമാണല്ലോ ഞാനിത് കേട്ടോ ഗെയിമിങ് വെറുതെ ഇല്ല ഗെയിം. ഇതെന്താ ഗൈസ്? ഓ ഗൈസ്, ക്യാപ്പ് വിടാൻ പാടില്ല. അപ്പോൾ നമുക്ക് ദയ തന്നെ കൊടുക്കാം. നമുക്കൊരു ഹായ് വിട്ടിട്ട് അറിയാൻ വേണ്ടിയേ ഹായ്. അപ്പോൾ നമുക്ക് ലോഡ് ചെയ്യാം. ഇപ്പോൾ ലോഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ വീഡിയോയുമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ് ചെയ്ത് വയ്ക്കുക, ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതേപോലെ ഞാൻ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇതൊരു കഥയാണ് ഗൈസ്. കഥ സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പൈസ വേണ്ടി മോഷിക്കണം. സ്കിപ്പ് ചെയ്യാം ഗൈസ്. സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടിൽ കയറി മോഷിക്കണം. ഓക്കെ, അപ്പോൾ ഈ വീട്ടിലാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ലോക്ക് പിക്ക് എടുത്ത് ഇതൊക്കെ നമുക്കൊന്ന് എഴുതാൻ പറ്റും. ഇതൊരു ചെറിയൊരു MB ആണ് ഗൈസ്. ഓക്കെ, TV, ലാപ്ടോപ്പ് ഗൈസ്. ഇതിൻ്റെ മുകളിൽ ഞാൻ കയറിയപ്പില്ലേ, കഴിഞ്ഞ പ്രാവശ്യമുണ്ട്, നമുക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. അവിടെ ഒരാളിരിക്കുന്നുണ്ട്. അപ്പം മുകളിലാണ്. അപ്പോൾ നമുക്ക് വില കൂടിയ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, വെറുതെ വേണ്ട. ഒരു ഫോണ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ലാപ്ടോപ്പ് എടുത്തേക്കാം. ലാപ്ടോപ്പ് പിന്നെ 250 രൂപൻ്റെ ആ മറ്റേ സാധനം. ഡസ്റ്റ് പിന്നെയൊക്കെ 15 അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒന്നും കൂടി ഉണ്ട്. ഈ ലാപ്ടോപ്പും കൂടി എടുത്തേക്കാം. പിന്നെ നമ്മുടെ ഇവിടെ ഒരു എന്തോ സംഭവം കൂടിയുണ്ട്. ഇവിടെ എന്തായാലും കൂടി നോക്കിയിട്ട് വരാം. ഇവിടെ TV ഉണ്ട്. ഈ TV എടുക്കണോ? വേണ്ടേ? ഓക്കെ, ഫോണ് ഉണ്ട്. ഓ 300. ഓ ജ്വല്ലറി, അത് പൈസ മറ്റേ സാമാൻ കൈസ്. മാല സ്വർണ്ണമാല. ഓ TV എടുക്കാൻ മറന്നുപോയി. TV എടുക്കാണ്ടോ? എന്ത് കളി! ഇത്ര വില കൂടിയ TVക്ക് വരെ 1000 രൂപയുള്ളൂ ഗൈസ്. എന്താല്ലേ ഇതൊക്കെ? നമ്മുടെ ഇന്ത്യയിൽ പറ്റിയതാണെങ്കിൽ നമ്മൾ എപ്പോഴേ രക്ഷപ്പെട്ട് എല്ലാവിടെയും വലിയ TVയും ഒക്കെ വന്നു തന്നെ. ഓക്കെ പോലീസ് വരുന്നുണ്ട്. ആ ബാക്കിലൊരു കറുപ്പ് റെഡ് കളറിൻ്റെ കാണുന്നുണ്ടോന്ന് അറിയില്ല. അത് കണ്ട, ഈ റെഡ് കളറാണ് പോലീസ്. അന്നായിരിക്കും ഞാൻ പോലീസിനെ ഇതാണ് ഒരാളുടെ ഇതാണ്. നമുക്ക് എന്തായാലും ആ സാധനം എടുത്തേക്കാം. TV എടുക്കാം. TV എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇയാൾക്ക് ഇതെല്ലാം വിറ്റാണ്. ജ്വല്ലറിയാണ്, അതുകൊണ്ടാണ് ഞാൻ ജ്വല്ലറി കാണിക്കുന്നത്. മാപ്പ് സി ഓൾ പ്ലേസ് ഗൈസ്. പിന്നെ ഒന്നും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കുറേ പൈസ കിട്ടണം. അപ്പോൾ നമുക്ക്
ഒരു ഈ സംഭവം കാണുന്നുണ്ട്. ഡേവിഡ് ഓഫേഴ്സ് എന്തോ ആണ് ഗൈസ്. ഇതൊക്കെ തുറക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് കോഫി ഷോപ്പ്. ഇത് നമുക്ക് ക്രോബാർ വേണം ഗൈസ്, ക്രോബാർ. പക്ഷെ ക്രോബാർ എടുത്തു എന്ന് വെച്ചാൽ അതെനിക്ക് അറിഞ്ഞൂടാ. ഇവൻ്റെ ഇതാണ് നമുക്ക് മോഷിച്ചത്. കട്ടത് ഗൈസ്, കട്ട്. ഷോസ് ഹൗസ് എന്തോ ഒരു ഹൗസ്. ഇത് നമുക്ക് കൊടുക്കാം. മോഷിക്ക് ക്രൈം ചെയ്തു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരുടെയും മുട്ടിച്ചിട്ട് ഈ കാറ് കൊണ്ടുപോയിട്ട് കഞ്ഞിപ്പ് വെച്ചിട്ട് ഒന്നും കാര്യമാക്കണം. ഈ വീട്ടിൽ ഞാൻ പോയതാണ്. ഈ വീട്ടിൽ പോകണ്ട. കാരണം ഈ വീട്ടിൽ പോയപ്പില്ല ഗൈസ്. ഒരാൾ മുമ്പത്തുനിന്ന് TV സ്പോർട്സിൽ ക്രിക്കറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇല്ല പക്ഷെ എന്നാലും ക്രിക്കറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിൽ ഞാൻ പോയിട്ടില്ല. ഇവിടെ ഞാൻ പോയാ ഇത് ഞാൻ പോയിട്ടില്ല ഗൈസ്. ഇവിടെ നമുക്ക് പോവാം. പക്ഷെ ഡാൻസൊക്കെ കളിച്ച് സുഖിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. കാണാണ്ട് പോവാന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഗൈസ് കയറി വന്ന് ടി വി എടുക്കാം. 250 300 ഗൈസ്. എനിക്കത് കൊണ്ടുപോകാൻ ബുക്കാ. ഗൈസ് ഇവിടെ ഇവിടെ ആരുമില്ലേ ഗൈസ്? ഡയമണ്ട് എസ്കേപ്പ് ഗൈസ്, എസ്കേപ്പായി. ഇവിടെ ഗൈസ് എനിക്കെന്തോ 20,000 10,000. അയ്യോ ഗൈസ്, അപ്പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. ഒരു കാറ് കാണുന്നുണ്ടല്ലോ. ഞാൻ അപ്പോഴേ കണ്ടതാണ് പോലീസ്. കുറച്ച് അല്ലല്ലോ പോണ്ടത്. ഞാനവിടെ ഇത് തന്നെ ഇത്തിരി പോയിട്ട് നേരെ കാണുന്നുണ്ടാവും. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കാണൂടെ ക്രോബാർ വേണം. എന്ത് സാധനം ഗൈസ്? ക്രോബാർ വേണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോപ്പിലും അതേ കാണുന്ന ആ ഷോപ്പിലൊക്കെ ആണെങ്കിൽ ക്രോബാർ വേണം. അതെ ഈ ബ്ലാക്ക് മാർക്കറ്റ് അതിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 5000 രൂപയ്ക്ക് വഴി പഠിച്ചാലിപ്പോൾ ഗൈസ് സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്കവിടെ പോയിട്ട് കേട്ടോ. ഓക്കെ, എനിക്കറിയാം എന്നെ. ഓക്കെ
ഇതൊക്കെ ഒന്ന് ചീത്ത പറയുന്നുണ്ടോ? അപ്പം എക്സിറ്റ് കൊടുത്തിട്ട് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഡയമണ്ട് ഗൈസ്, സൂപ്പർ സൂപ്പർ. ഇതും കൂടെ ഒരു കാശ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ കാശ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് കേട്ടാം, കുറേ കിട്ടിയതുകൊണ്ട് ബാഗ് ഈസ് എംപ്റ്റി. ഓക്കെ, ബ്ലാക്ക് മാർക്കറ്റ്. നമുക്കിത് ക്രോബർ എടുക്കട്ടെ ഗൈസ്. ഇതെന്താ സംഭവം? സ്റ്റോറേജ് ബോക്സ്. ഗൈസ്, സ്റ്റോറേജ് ബോക്സ് എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ഒരു ബാക്ക് പാക്കാണ്. ഒരു ബാക്ക് പാക്ക് കിട്ടി. യെസ് ഗൈസ്, 20 ലിറ്റർ ഗൈസ്. അത്രയും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ 30, 40, 50, 60 ലിറ്ററിലേക്ക് ഉണ്ട് ഗൈസ് ഇവിടെ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് അതിന് മുമ്പ് നമുക്ക് ക്രോബാർ മേടിച്ചല്ലോ. എന്തേ? ഗൈസ്, ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ ഗെയിം സേവ് ചെയ്ത് വെക്കണം. അതായത് ഗെയിം സേവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഗൈസ് ഈ പാർട്ട് 2 വരുന്ന സമയത്ത് ഇത് വരത്തില്ല. ഓക്കെ, ഗെയിം സേവ്ഡ്. എൻ്റെ അലാറം കേൾക്കുമ്പോൾ തന്നെ പേടിയാണോ ഗൈസ്? അപ്പം നമ്മൾ എന്തായാലും ഇത്രയും ക്രൈം ചെയ്ത സ്ഥിതിക്ക് ഇതേ കണ്ട് അതാ പോണു. പറഞ്ഞിട്ടാണ് ഗൈസ് പോണേ. എന്തൊരു പവറാണ്, പറഞ്ഞിട്ട് പോണേ. അപ്പോൾ ഇനി എന്തായാലും പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി എന്തായാലും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ കാണാം.